അങ്ങനെ ദാ കുറേ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പോൾ ദാ പയ്യെ പയ്യെ അടുക്കളയിലൊക്കെ കയറി തുടങ്ങി. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം. പിന്നെ കുറച്ച് ആവശ്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും അവർക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. എന്നാലും ഇടക്കും തലക്കൊക്കെ വരും കേട്ടോ. അപ്പം ഞാൻ ദാ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇത് കാന്താരി മുളകാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരത്തിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവൾ കുറച്ച് കാന്താരി മുളകും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവളുടെ വീട്ടിലുണ്ടായിരുന്നു. അതിൽ ഇച്ചിരി ഉപ്പിലിട്ട ശേഷം കുറച്ച് മാങ്ങയും കൂടി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ദാ തലേ ദിവസത്തെ മീൻ കറി ചാളയും മാങ്ങയും കൂടിയിട്ട് തേങ്ങി മുളകരച്ച വെച്ച മീൻ കറിയാണ് കേട്ടോ. പിന്നെ ഇതാ പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങളെ ഇന്ന ദിവസം വരെ താറാവട്ട പുഴുങ്ങിയതും ഏത്തപ്പഴം പുഴുങ്ങിയതും കഴിക്കണം എന്നുള്ള സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളതുകൊണ്ട് ഞാൻ ദാ ഒരു മുട്ടയും ഒരു പഴവും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ ഇഡ്ഡലി ഞാൻ ദാ ഇഡ്ഡലിക്ക് ഞാൻ മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ വെള്ളി വീക്കലിന് വെള്ളി വീഴുന്നതിന് ഒരു കുറവില്ല കേട്ടോ. അതിലും വെള്ളി എൻ്റെ ഈശ്വര. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിന്ന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് പരിപ്പത്രയ്ക്ക് അങ്ങ് പോരാ. അപ്പോൾ അതുകൊണ്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇഡ്ഡലിയൊക്കെ അവിടെ സെറ്റായി വരുന്നുണ്ട്. വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ട്യൂഷൻ കുട്ടി വന്നു, സാബി. അപ്പോൾ അവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പാലായി, ഇഡ്ഡലിയായി. അപ്പോൾ തക്കാളി ചമ്മന്തി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമോൾ കരഞ്ഞപ്പോൾ ചേട്ടനും അന്നച്ചേച്ചിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ജോകൂട്ടൻ അങ്ങനെ എടുക്കാറായിട്ടില്ല, അവൻ കിടത്തി കളിപ്പിക്കും. അപ്പോൾ പലഹാരങ്ങളൊക്കെ ആയി, കഴിക്കാനുള്ളതെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഇനി എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, അമ്മ വന്നോളൂ. കുഞ്ഞിനെന്താ കാണിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ പയ്യെ പയ്യെ. അപ്പോൾ ആൾക്ക് 45 ദിവസത്തെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ചെറിയൊരു പനിയും വയ്യായ്കയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ ദിവസങ്ങൾ പോകുന്നു.